കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ സമീപനം എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം സംഘപരിവാർ സംഘടനകളിൽ അമർഷം ശക്തമായതോടെ കന്യാസ്ത്രീമാർ കുറ്റക്കാരല്ലെന്ന നിലപാടിൽ മലക്കം മറിയുകയാണ് ബി.ജെ.പി. കന്യാസ്ത്രീമാർ കുറ്റക്കാരാണ് എന്നോ അല്ല എന്നോ നിലപാട് പാർട്ടിക്കില്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതിരോധം. എന്നാൽ സമ്മർദ്ദം ചെലുത്തി ജാമ്യം നേടിക്കൊടുത്തത് ഒപ്പമുണ്ടെന്ന് പുതിയ ബി.ജെ.പി. നയമെന്ന വിമർശകർക്ക് മറുപടി പറയുന്നുണ്ട്. സഭകൾ തെരുവിലിറങ്ങുന്നത് തടയാൻ പ്രതിഷേധങ്ങളിൽ തീവ്ര മുസ്ലിം സംഘടനകൾ നുഴഞ്ഞു കയറിയെന്ന ആരോപണമാണ് ബി.ജെ.പി. പയറ്റുന്നത്. ഞങ്ങളുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളെ പുറത്തിറക്കലായിരുന്നു. ബി.ജെ.പി. അവരെ കുറ്റവാളി അല്ലാതെയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാടും എടുത്തിട്ടില്ല. പ്രസിഡന്റിന് കിട്ടിയ ഇൻപുട്സ്, അദ്ദേഹം ഒരു നിഷ്കളങ്കമായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വന്ന കാര്യം പറഞ്ഞു. അതായത് ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാർ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീമാർ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ ബി.ജെ.പി. തന്നെ മലക്കം മറിയുകയാണ്. കാരണം ക്രിസ്ത്യൻ വോട്ട് മാത്രം കണ്ണുവെച്ച് അമിതാവേശം കാണിച്ച ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ സംഘപരിവാർ സംഘടനകളിൽ രോഷമാളി കത്തുകയാണ്. അവരുടെ എതിരെ ഈ കൺവേർഷന്റെ എലിഗേഷൻ സത്യമല്ലെന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഗത്യന്തരമില്ലാതായതോടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പാർട്ടിക്ക് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു. ജാമ്യത്തിന്റെ കടുത്തെടുക്കാനായി നെട്ടോട്ടമോടുന്ന രാജീവ് ചന്ദ്രശേഖരനെയും ടീമിനെയും നിർത്തിപ്പൊരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയും മറ്റ് സംഘപരിവാർ അനുഭാവികളും. ബി.ജെ.പിക്കുള്ളിലും രോഷം പുകയുന്നു. പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്ന പരിഹാസവുമായി RSS മാർഗദർശിയായ സ്വാമി ചിദാനന്ദപുരിയും കളത്തിലിറങ്ങിയതോടെ ബി.ജെ.പി. നേതൃത്വം വെട്ടിലായി. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു യുക്തി ഉണ്ടാവും. അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതും ബി.ജെ.പി. ഈ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയതിന് ബി.ജെ.പി. നേതൃത്വം ക്രെഡിറ്റായി പറഞ്ഞ രാഷ്ട്രീയ സമ്മർദ്ദം ഹിന്ദു ഐക്യവേദി വലിയ അപരാധമായി ഉന്നയിച്ച് പ്രചാരണത്തിലാണ്. എന്നാൽ ക്രിസ്ത്യൻ വോട്ട് വേണ്ടതിനാൽ ജാമ്യത്തിനായി പ്രോസിക്യൂഷനെ സ്വാധീനിച്ചെന്നത് ക്രെഡിറ്റായി ബി.ജെ.പി. ഉന്നയിക്കുന്നു. ഇവരെ അനാവശ്യമായിട്ട് ജയിലിൽ ഇടേണ്ട ആവശ്യമില്ല. ആ നിലപാട് പ്രോസിക്യൂഷനെ കൊണ്ട് എടുപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടത്. സഹായം ആവശ്യമുള്ളവർക്ക് ജാതിമത വ്യത്യാസമില്ലാതെ സഹായം നൽകുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ബി.ജെ.പിയുടെ പുതിയ നയം. സംഘപരിവാർ ചേരിയിൽ നിന്നുള്ള വിമർശനങ്ങൾക്കുള്ളതാണ് ഈ മറുപടി. കൂടെയുണ്ട് ഞങ്ങൾ എന്നത് കേവലം മുദ്രാവാക്യമല്ല, അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ഇടപെട്ടത്. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയ ശേഷവും ഞായറാഴ്ച ഛത്തീസ്ഗഡ് വിഷയത്തിൽ പള്ളികളിൽ ഇടയലേഖനവും തെരുവിൽ പ്രതിഷേധവും ഉണ്ടായി. ബി.ജെ.പി. നേതൃത്വം അസ്വസ്ഥമാണ്. അതിനാൽ ആരോപണമാണ് IB റിപ്പോർട്ടുണ്ടെന്ന്. SDPI ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി നുഴഞ്ഞു കയറി. കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം, ഇത്ര സ്ഥലം. ഇത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. എന്നാൽ സഭകൾ ഇതുവരെ ഇത്തരമൊരു സംശയം ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വിഷയം ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം അവർ തീരുമാനിച്ച പ്രതിഷേധം തന്നെയാണ് തെരുവിൽ കണ്ടത്. തീവ്ര മുസ്ലിം സംഘടനകളുടെ പേര് കൂടി സീനിലേക്ക് വരുമ്പോൾ സംഘപരിവാർ സംഘടനകൾ വൈകാരികമായി ഇടപെടും. ഇതിലൂടെ ക്രിസ്ത്യൻ പ്രീണനത്തിന്റെ പേരിൽ കുരിശിലേറിയ ബി.ജെ.പി. നേതൃത്വം ഒരു ഇടവേള കിട്ടുമെന്ന ആശ്വാസത്തിലാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.